കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാനും ദൈവസന്നിധിയിൽ ആയിരിക്കാനും ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവർ പലരും ഉണരാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവം എത്ര സുരക്ഷിതമായി ദൈവം നമ്മെ പരിപാലിച്ചു നടത്തി. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം. ഇന്നത്തെ മോർണിംഗ് മന്നായിൽ പരാമർശിച്ചിരിക്കുന്നത് ഭക്ഷണം സമ്പൂർണവും സ്വാദിഷ്ടവും ആയിരിക്കണം. അതിനെ ആസ്പദമാക്കി ഒരു വേദവാക്യം ഞാനിവിടെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ, പുഷ്ടിഭോജനം കഴിച്ച് മോദിച്ചും കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഭക്ഷണത്തെപ്പറ്റി. ഭക്ഷണം നാം കഴിക്കുന്നവരാണ്, ഭക്ഷണം ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുമാണ് നമ്മൾ. എന്നാൽ ഭക്ഷണം ഏറ്റവും ഔഷധകരമുള്ളതും രുചികരവുമുള്ളതും ആകണമെന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജനം വളരെയധികം വലയുകയും പട്ടിണി കിടക്കുകയും അതുപോലെ പട്ടിണി മരണങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. എങ്കിലും ഈ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെങ്കിൽ തന്നെയും മറിച്ച് വലിയ ദോഷം ചെയ്യുന്നതാണ്. ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, തൃപ്തിയല്ലാത്ത ആഹാരം നാം ഒരിക്കലും കഴിക്കുവാൻ പാടില്ല. എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഉൽപ്പത്തി തൊട്ട് ഇങ്ങോട്ട് പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം നമ്മുടെ ആദിപിതാക്കന്മാരായിരിക്കുന്ന ആദാമും ഹവ്വായും അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്ന നമുക്കറിയാം ഏദൻ തോട്ടത്തിലുള്ളതായിരിക്കുന്ന കായ്കനികളാണ്, ഫലവർഗ്ഗങ്ങളാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അന്നേ കാലത്ത് അന്ന് ദൈവം അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തതായിരിക്കുന്നത് പഴവർഗ്ഗങ്ങളെ കൊണ്ട് അവർ സമ്പുഷ്ടരായി ജീവിച്ചു, ഭക്ഷിച്ചു. അവർ തൃപ്തികരമായ ഒരു കുടുംബ ജീവിതം അവിടെ നയിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവിടെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം എന്ത് ചെയ്യല്? നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ അവർ തെറ്റിലേക്ക് പോയതുകൊണ്ട് അവർക്ക് കായ്കനികളും മറ്റുള്ളതായിരിക്കുന്ന ആ സ്ഥാനം അഥവാ ഏദൻ പ്രതീക്ഷയൊക്കെ നഷ്ടമായി. അവർ ഏദൻ പ്രതീക്ഷയുടെ വെളിയിലേക്ക് അവരെ അയക്കുവാനിടയായി തീർന്നു. അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, എവിടെ വെച്ചാണ് കായ്കനികളുടെയും രുചികരമായിരിക്കുന്ന ഭക്ഷണത്തിൻ്റെയും സ്വാദുകൾ നഷ്ടപ്പെട്ടത്? മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് എത്ര പഴവർഗ്ഗങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞാലും പലതിനും ഒരു രുചിയും ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? നാം അതിനെയെല്ലാം ഒരു ഭ്രമം ഉപേക്ഷിച്ചിട്ട് ഇപ്പം മാംസങ്ങളും മാംസാദികളും ഒക്കെ മത്സ്യാദികളും ഒക്കെ നമ്മൾ ഭക്ഷിക്കുന്നു, കഴിക്കുന്നു. അതിന് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് പാപനിമിത്തമാണ് അവിടെ സംഭവിപ്പാനിടയായി തീർന്നത്. കാരണം ദൈവത്തിന് സ്തോത്രം, ആ മത്സ്യാഹാരം അതുപോലെ മാംസാഹാരം കഴിച്ചിട്ട് അനേകർ രോഗികളായി തീരുന്നതായ ഒരു അനുഭവം ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നാം ഈ ആഹാരത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും കാക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി കാക്ഷിക്കുന്നവരായി തീരുവാനാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇച്ഛിക്കുന്നവർ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിൻ്റെതായിരിക്കുന്ന ആ സത്യങ്ങളെ മനസ്സിലാക്കി ഈ നാളുകളിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ വരുവീൻ, നിങ്ങൾ വാങ്ങി ദൈവത്തിന് സ്തോത്രം തിന്നുവീൻ, നിങ്ങൾ വിലയും ദ്രവ്യവും കൊടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്തു? ദാനമായി നൽകുന്നു. ദൈവത്തിന് സ്വന്താണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ, ദൈവത്തിൻ്റെ വചനം മായമില്ലാത്ത പാല് നിങ്ങൾക്ക് കുടിപ്പാൻ.
നിങ്ങൾ ദ്രവ്യം കൊടുക്കണ്ട, പണം കൊടുക്കണ്ട, അത് വാങ്ങി എന്ത് ചെയ്യുക, നിങ്ങൾ ഭക്ഷിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം അഥവാ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും വലിയ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചവും ഞാൻ ജീവന്റെ അപ്പവുമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. വലിയ വിലയൊന്നും കൊടുക്കണ്ട, ദ്രവ്യമൊന്നും കൊടുക്കണ്ട, നിന്റെ സമ്പാദ്യമൊന്നും കൊടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ദാനമായി നിങ്ങൾ വാങ്ങിച്ച് ഭക്ഷിച്ചു കൊള്ളുക. എൻ്റെ വാക്ക് ദൈവത്തിന് സ്തോത്രം അത് അനുസരിച്ച് ദൈവത്തിന് സ്തോത്രം നന്മ അനുഭവിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് അനുസരിച്ച് നന്മ അനുഭവിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നന്മ എവിടെ നിന്ന് വരുന്നു? അനുഗ്രഹം എവിടെ നിന്ന് വരുന്നു? ദൈവവചനത്തിൽ നിന്ന് വരുന്നു. ആദ്യ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ, അവർ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രമാണത്തിന് ഉള്ളിൽ ജീവിച്ചത് കൊണ്ട് അവർ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്നത്തെ തലമുറകളോട് യെശയ്യാ പ്രവാചകൻ പ്രവാചനത്തിൽ കൂടെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ വില കൊടുക്കേണ്ട, ദ്രവ്യം കൊടുക്കേണ്ട, വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. എന്താണ്? നിങ്ങൾ അധ്വാനിക്കുന്നത് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് അനുസരിച്ച് കൊള്ളുവീൻ, നന്മ അനുഭവിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ നന്മ അനുഭവിപ്പാനാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരുക്കുന്നത്. ഈ നാളുകളിൽ ഇസ്രായേലിയ ദൈവത്തിന് സ്തോത്രം ജനത്തോട് അവരുടേതായിരിക്കുന്ന പ്രവൃത്തി കണ്ടുകൊണ്ട് ദൈവമായുള്ള കൂട്ടായ്മ വിട്ടുകൊണ്ട് അനുഗ്രഹമല്ല നഷ്ടപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം ആഹ്വാനം ചെയ്യുകയാണ്, അവരെ ക്ഷണിക്കുകയാണ്. ഇസ്രായേലിയർ ദൈവത്തിനിലേക്ക് തിരിയാതെ, അവർ ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതെ അവരുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ യെശയ്യാ പ്രവാചക മുഖാന്തരം പ്രവചിച്ച് പറയുന്നതായ ഒരു വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ ക്ഷണിക്കുകയാണ് ഈ അനുഗ്രഹത്തിന്റെ, ഈ നന്മയുടെ ആ വലിയൊരു ആ അനുഗ്രഹത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നതായ ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു ആത്മീക ദാഹം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. പാപക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു വലിയ വിശപ്പ്, ദൈവത്തിന് സ്തോത്രം, ഒരു ആത്മീക വിശപ്പ്, ഒരു ആത്മീക ദാഹം നമ്മുടെ മേലുണ്ടാകണമെന്നാണ് ദൈവത്തിന് സ്തോത്രം ദൈവവചനം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഭക്ഷണത്താലുമല്ല, ദൈവത്തിന് സ്തോത്രം പാനീയത്താലുമല്ല നാം വാഞ്ചിക്കേണ്ടത്, പിന്നെയോ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി, ദൈവ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചയുള്ളവരായി മുൻപോട്ട് നീങ്ങുമെങ്കിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചുകൊണ്ട് വില പ്രാപിച്ചുകൊണ്ട് മായമില്ലാത്ത പാല് കുടിച്ച് ഈ നാളുകളിൽ തൃപ്തരായി സംതൃപ്തിയായിട്ട് ദൈവത്തിന് സ്തോത്രം മുൻപോട്ട് നമുക്ക് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഏദൻ പറുദീസയിൽ സംഭവിച്ചത് ഇതാണ്. പാപം നിമിത്തമാണ് ദൈവത്തിന് സ്തോത്രം ഏദൻ പറുദീസ അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നത് കായികനികൾ പോലും അവർക്ക് നഷ്ടമായി പോയപ്പോൾ ദൈവത്തിന് സ്തോത്രം അവസാനം ഇറച്ചിയും മീനും മറ്റുള്ളതായിരിക്കുന്നതായ ആഹാരങ്ങൾ അവരെല്ലാം കഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ പാപത്തിന്റെ ശമ്പളം മരണം. അത് രോഗമുണ്ടാകും, അത് പാപമുണ്ടാകും. മനുഷ്യനെ കാർന്നു നിന്നായ ഒരു വലിയൊരു അനുഭവമാണ് പാപം. ആയതിനാൽ പാപത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകണമെങ്കിൽ ഈ മായമില്ലാത്ത പാല്, ഈ വചനം ഭക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് വിലയും ദ്രവ്യവും കൊടുക്കാത്ത ഈ നന്മ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷിച്ച് ബലപ്പെട്ട് ആത്മീക ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ചു രോഗസൗഖ്യം പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ വചനം കേട്ടതായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന് സ്തോത്രം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്ത ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, മാറ്റമില്ലാത്ത നിത്യമായ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുവാനും സംസാരിപ്പാനും അപ്രകാരം ഞങ്ങൾക്കതനുസരിച്ച് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.